ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും അശ്വിന്റെയും ശ്രുതിയുടെയും ലാവണ്യയുടെയും ജീവിതത്തിലൊക്കെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ ഭയങ്കരമായിട്ട് ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ വലിച്ചു നീട്ടി നമുക്ക് തന്നെ ഒരു കാണുമ്പോൾ സുഖം തോന്നാത്ത രീതിയിലാണ് കഥ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിച്ചു നീട്ടലിന് ഒരു മാറ്റം വരുമായിരിക്കാം. എന്തായാലും കഥ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കാണാനായിട്ട്. പക്ഷെ ഇപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ കഥ ലാഗ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് അങ്ങനെയാണ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ശ്രുതിയും പ്രീതിയും അമ്മായിക്ക് കൂടി ഒരു മഹാലക്ഷ്മി സ്വീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കട മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പലഹാരങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് ആർക്ക് വേണം വന്ന് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പബ്ലിസിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തങ്ങൻ്റെ ആ ഒരു ഓർഡറൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അധികം അവർ വിചാരിച്ച പോലത്തെ കച്ചവടം ആ ഒരു കടയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് നേരം നിന്ന് അവസാനം അമ്മായിക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ ഇത്രയും നേരം ആയിട്ടും ഒരു കച്ചവടവും ആയില്ലല്ലോ, വിചാരിക്കുന്ന രീതിയിലൊന്നും അത് വിറ്റ് പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അവസാനം വൈകുന്നേരം ആയപ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് അമ്മായി തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അത്യാവശ്യം നമ്മൾ വിചാരിച്ച കച്ചവടം പോയി ഇല്ല എന്നല്ല, പക്ഷെ കുറച്ച് കച്ചവടമേ ആയുള്ളൂ. വിചാരിച്ച അത്രയ്ക്ക് മെച്ചം ആയിട്ടില്ല. അത് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയ പലഹാരങ്ങൾ അത്രയും ഒരുപാട് പലഹാരങ്ങൾ തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥയും വന്നു. അതുകൊണ്ട് ഇനി എന്താ ചെയ്യുക, ഇതിൽ ഇനി നമ്മൾ വിചാരിച്ച ആ ഒരു ഈ തുടങ്ങിയ കാര്യം വെറുതെ നഷ്ടമാകുമോ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തീരുമാനമാണോ എടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ അമ്മായി കയറി പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴും ശ്രുതി പറയുന്നുണ്ട് ആദ്യത്തെ ദിവസമല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ കച്ചവടം നല്ലപോലെ മെച്ചപ്പെടും, നമ്മൾ എല്ലാവരും അറിഞ്ഞു തന്നെ നമ്മളെ സ്വീറ്റ്സ് മേടിക്കാനായിട്ട് വരും എന്നൊക്കെ ശ്രുതി അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതിക്ക് സപ്പോർട്ടായിട്ട് തങ്കനും അവിടെ നിൽക്കുന്നുണ്ട്. തങ്കൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ആദ്യം തുടക്കമല്ലേ, അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു അമ്മായി തന്നെ ഇപ്പോൾ ആരൊക്കെയാണോ നിങ്ങളെ വഴക്ക് പറയുന്നത് അവരെല്ലാവരും തന്നെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം വരും, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് തങ്കൻ അവിടെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും നാളെ നമുക്ക് കുറച്ചുകൂടി പബ്ലിസിറ്റി കൊടുക്കാം, കുറച്ചുകൂടി ഈ സ്വീറ്റ്സ് ഒക്കെ മെച്ചപ്പെടുത്താം, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അമ്മായിയും പ്രീതിയും കൂടി ഇന്ന് എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി, എത്ര രൂപ ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇട്ടു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ കൂട്ടുന്ന സമയത്താണ് 2000 പുറത്ത് പൈസ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1500 രൂപ നഷ്ടമാണ്. അപ്പം ഈ ഒരു 2000 രൂപയുടെ കച്ചവടം പോലും ആയില്ല. പിന്നെ ഇത് ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടത്തിൽ ഓടത്തില്ലേ, അത് പിന്നെ അവസാനം എല്ലാം പൂട്ടിക്കെട്ടി വെക്കേണ്ട അവസ്ഥയാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ശ്രുതി ഒരു വാക്ക് പറയുന്നുണ്ട്, അമ്മായി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, എന്തായാലും നമ്മളിത് തുടക്കം മാത്രമാണ്. തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് പൈസ അങ്ങോട്ട് ഇറക്കേണ്ടി വരും, അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ കച്ചവടം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അറിഞ്ഞ് വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യം രക്ഷപ്പെടും, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അവിടെ ശ്രുതി പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അമ്മായി 2 ദിവസത്തിനകത്ത് വെച്ച് നമ്മുടെ ഈ ഒരു കഷ്ടപ്പാടൊക്കെ മാറും, നമ്മൾ വിചാരിച്ചതുപോലെ കച്ചവടം നല്ലപോലെ പൊടിക്കും എന്നൊക്കെ അവിടെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നമ്മുടെ ശ്രുതിയുടെയും പ്രീതിയുടെയും ഇടയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അശ്വിന്റെ വീട്ടിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കാൻ പോവാണ്. എന്തായാലും ലാവണ്യയുടെ ആ ഒരു കള്ളത്തരവും അല്ലെങ്കിൽ ആ ഒരു കള്ളത്തര സ്വഭാവവും ഒന്നും നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് എടുക്കത്തില്ല, അല്ലെങ്കിൽ ഏക്കത്തില്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാവണ്യ. എന്തായാലും മുത്തശ്ശി പറഞ്ഞതുപോലെ ലാവണ്യ എല്ലാ ഫുഡുകളും, ലാവണ്യല്ല മനോരമ ഉണ്ടാക്കിയ എല്ലാ ഫുഡുകളും അവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മൾ മുത്തശ്ശിയുണ്ട്. അങ്ങനെ ആ ഫുഡെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം മുത്തശ്ശിക്ക് ചെറിയൊരു സംശയം, ലാവണ്യ തന്നെ ഇത് ഉണ്ടാക്കിയത് അതോ ഇനി വേറെ ആരെങ്കിലും സഹായിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് മുത്തശ്ശി അതിന്റെ റെസിപ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാവണ്യക്ക് അത് പറയാനായിട്ട് സാധിക്കുന്നില്ല, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് കറക്റ്റായിട്ട് ചേരുവകളെന്ന് പറയാനായിട്ട് ലാവണ്യക്ക് സാധിക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശി അതിന്റെ പേരിൽ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ലാവണ്യയോട് ചോദിക്കുന്നുണ്ട്. അവസാനം മുത്തശ്ശി ഓരോ കാര്യങ്ങൾ പറഞ്ഞ്
അവസാനം തിരിച്ചു മറിച്ചും ചോദിച്ച് അവസാനം മനോരമയുടെ കൈവിട്ടു പോയി. മനോരമ തന്നെ പറയുവാണ്, ഞാൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞത് ഇതല്ലെങ്കിലും നീ ഗരം മസാല ഇട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ ഇട്ടിട്ടുണ്ടല്ലോ, എന്താ ഗരം മസാല വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനോരമ എടുത്ത വായിൽ പറയുവാണ്, ഞാൻ അതിൽ കൃത്യമായിട്ട് ഗരം മസാല ഇട്ടിട്ടുണ്ട്. അപ്പം മുത്തശ്ശിക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിൽ മനോരമയുടെ പങ്കുണ്ടെന്ന്. അപ്പൊ പിന്നെ അതല്ലെങ്കിൽ എനിക്കറിയാം, കറി കൊള്ളൂലാത്തത് കൊണ്ട് തന്നെ ആരാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലായി. അപ്പോൾ താനുണ്ടാക്കിയ കറി ആരെങ്കിലും കൊള്ളൂല എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരത്തില്ലേ? അതിൽ ദേഷ്യം വന്ന് മനോരമ പൊട്ടിത്തെറിച്ചതാണ്. പക്ഷെ എല്ലാവർക്കും സത്യം മനസ്സിലായി. അപ്പോൾ അവിടെയും ലാവണ്യ കള്ളിയായി. അപ്പോൾ മുത്തശ്ശിക്ക് ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു വലുതാക്കി പറയുന്ന രീതിയാണ് മുത്തശ്ശിയുടേത്. അപ്പോൾ പിന്നെ ലാവണ്യയുടെ ഈ ഒരു ചെറിയ കാര്യം, അല്ലെങ്കിൽ ലാവണ്യ തെറ്റ് ചെയ്തു, കള്ളത്തരം കാണിച്ചു, ആ ഒരു കാര്യം മുത്തശ്ശി ചൂണ്ടിക്കാട്ടി ലാവണ്യയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ ദേഷ്യത്തിൽ ലാവണ്യ ഇറങ്ങി പോകുന്നുണ്ട്. എണീറ്റ് പോവുകയും ഈ ഒരു ലാവണ്യ സങ്കടപ്പെട്ട് പോകുന്നത് കണ്ടിട്ട് അശ്വിൻ ഒട്ടും സഹിക്കുന്നില്ല. കാരണം താൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്, അതുകൊണ്ട് അവള് ഇങ്ങനെ സങ്കടപ്പെട്ട് പോകുന്നത് എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അശ്വിൻ അവിടെ കിടന്ന് മുത്തശ്ശിയോട് ഒരുപാട് ദേഷ്യപ്പെടുകയും അവസാനം മുത്തശ്ശി ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയാണ് മുത്തശ്ശി തുടരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വേറെ തീരുമാനം എടുക്കേണ്ടി വരും. അതായത് ഞാനും ലാവണ്യ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പോകേണ്ടി വരും എന്നാണ് അശ്വിൻ അവിടെ പറഞ്ഞത്. അങ്ങനെ അശ്വിൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ്. അത് കഴിഞ്ഞിട്ട് ലാവണ്യെ പോയി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ലാവണ്യ പറയുന്നത്, ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് മനോരമ സഹായിച്ചു, മുത്തശ്ശി വഴക്ക് പറഞ്ഞു, സങ്കടം. അങ്ങനെയല്ല മനോരമ നമ്മുടെ ലാവണ്യ ആ ഒരു സങ്കടമല്ല പറയുന്നത്. ഞാൻ അടുക്കളയിൽ പോയപ്പോൾ അവിടുത്തെ പുകയെല്ലാം കൊണ്ട് എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിപ്പോയി. ഞാൻ കരഞ്ഞ് എൻ്റെ മേക്കപ്പൊക്കെ എല്ലാം ഒലിച്ചു പോയി. കാരണം തൻ്റെ സൗന്ദര്യം നഷ്ടമായതിലാണ് ലാവണ്യക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ ആ ഒരു സങ്കടങ്ങളൊക്കെ പറഞ്ഞ് അശ്വിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അശ്വിന്റെയും ലാവണ്യയുടെയും ആ ഒരു കാര്യത്തിൽ ഇവിടെ തന്നെ ഏകദേശം തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കുറച്ച് ദിവസം ഇങ്ങനെ ലാവണ്യ തുടരുവാണെങ്കിൽ കുറച്ച് ദിവസം മാത്രമേ ലാവണ്യ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്, ലാവണ്യ ആ ഒരു വീട്ടിൽ താമസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ആ ഒരു കാര്യം എല്ലാവരുടെയും ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലാവണ്യയുടെയും അശ്വിന്റെയും കല്യാണം മുത്തശ്ശി നടത്തി കൊടുക്കത്തില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അശ്വിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അച്ഛനെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ സ്വത്തുക്കൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ആ ഒരു തനിക്കറിയാവുന്ന ആ ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ആ ഒരു കല കുറച്ചുകൂടി മെച്ചപ്പെടുത്തി നല്ലൊരു കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഇതിൽ ആരുടെ ഭാഗത്തായിരിക്കും വിജയം വരാൻ പോകുന്നത്? ശ്രുതി തന്റെ ആ ഒരു കച്ചവടം മെച്ചപ്പെടുത്തി നല്ലൊരു സ്വീറ്റ്സ് സ്റ്റോൾ എല്ലാവർക്കും ശ്രുതിയുടെ ആ ഒരു പാലക്കാടൻ സ്വീറ്റ്സിന്റെ രുചി അറിയാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ആ ഒരു സ്വീറ്റ്സ് ഒക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി തന്റെ അച്ഛന്റെ അമ്മയുടെ കടങ്ങൾ വീട്ടാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ? മറ്റൊരു ഭാഗത്തെന്ന് പറയുമ്പോൾ ലാവണ്യയെ അത്രത്തോളം അശ്വിൻ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അശ്വിന്റെ വാശി കാരണം മുത്തശ്ശി നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ടാറ്റാ ബൈ.